ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ 22 യാർഡ്സ്. അപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അവർ ഒരു വൺ ഡേ സീരീസ് അവിടെ നേടിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ 2-1 മറികടന്ന് ആ ഒരു സീരീസ് അവർ സ്വന്തമാക്കി ഓസ്ട്രേലിയ മണ്ണിൽ. അത് എടുത്തു പറയേണ്ടത് തന്നെ, ഓസ്ട്രേലിയയുടെ ഒരു റെക്കോർഡും കൂടി അവർ മറികടന്നിരിക്കുകയാണ്. 3 വൺ ഡേ സീരീസ് ഉള്ള ഒരു മാച്ചസിൽ ഒരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ പോലും 50 റൺസിന് മുകളിൽ നേടിയിട്ടില്ല. അങ്ങനത്തെ ഒരു റെക്കോർഡ് കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. 2 മാച്ചുകളിൽ അവരുടെ സ്കോർ 200 താഴെയായിരുന്നു. 200 താഴെ മാത്രമല്ല, അവർ ആദ്യത്തെ കളി ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. അതും എങ്ങനെയോ തട്ടിയും തടഞ്ഞു മാത്രമാണ് അവർ വിജയിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള 2 കളികളിലും പാകിസ്ഥാൻ പേസർമാർ നല്ല രീതിക്ക് തന്നെ ബോൾ ചെയ്തു. ഹാരിസ് റൌഫ് എടുത്തു പറയേണ്ട പേര് തന്നെയാണ്. ഹാരിസ് റൌഫ് തന്നെയാണ് മാൻ ഓഫ് ദ സീരീസ് ആയതും. 10 വിക്കറ്റാണ് അദ്ദേഹം സീരീസിൽ നേടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്നും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഹാരിസ് റൌഫ് 300 പന്തിന് മുകളിൽ എറിഞ്ഞിട്ടുണ്ട്. അതിലാകപ്പാടെ 3 സിക്സ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത്. അതിൽ 2 വിരാട് കോഹ്ലി അടിച്ചതാണ്. അപ്പോൾ നമ്മളിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേവ് കൊണ്ടുവന്ന് നേരെ ഇന്ത്യയുടെ മേലെ കൊണ്ട് തീർക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഇത് മാത്രമല്ല, അതിൽ സ്മിത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 മത്സരങ്ങൾ മാത്രമേ സ്മിത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവരെല്ലാം ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇന്ത്യൻ ടീം ഓൾറെഡി ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞു. വിരാട് കോഹ്ലി മാത്രമേ എത്തിയിട്ടുള്ളൂ, വേറെ ആരും എത്തിയിട്ടില്ലായിരുന്നു. ഇന്ത്യൻ ടീം എത്തി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഇല്ല, ആദ്യം എത്തി വിരാട് കോഹ്ലിയാണ്. അത് ഇന്നലെയാണ് എത്തിയത്. ഇതിൽ പിന്നെ വന്നൊരു മെയിൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പിച്ചിനെ കുറിച്ചാണ്. അതൊരു സീം നല്ല ഫാസ്റ്റ് ട്രാക്ക് തന്നെയായിരിക്കും ഓസ്ട്രേലിയ അവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് അറിയാൻ. സകല വേവുകളും ഇന്ത്യക്ക് മേലെ തീർക്കാൻ തന്നെയാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് 24-ാം തീയതി കണ്ടറിയാം.